guys, welcome to my class. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള കുഞ്ഞു കോൺസെപ്റ്റ് ആണ്. എല്ലാവരും നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കണം, അല്ലാതെ വെറുതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കരുത്. നോട്ട് പ്രിപ്പയർ ചെയ്ത് എല്ലാവരും പഠിക്കണം. ഗൈസ്, ഇവിടെ നോക്കിക്കോ, നമ്മളിവിടെ മോഷൻ പ്ലെയിൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. സോ ഓൾ പ്ലീസ് കൺസിഡർ ദിസ് ആസ് ദ ഗ്രൗണ്ട്. ഇത് ഗ്രൗണ്ട് ആണ് ഗൈസ്. ഈ ഗ്രൗണ്ടിൽ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് എബോവ് ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ബ്ലാക്ക് കളറിൽ ഞാൻ മാർക്ക് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ക്യാപിറ്റൽ H ആണ് ഗൈസ്. ഓക്കെ, ഈ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന് ഞാൻ ഒരു ബോളിനെ ത്രോ ചെയ്യാണ്. അത് എങ്ങനെയാ ത്രോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൊറിസോണ്ടലി ആണ് ത്രോ ചെയ്യുന്നത്. ഹൊറിസോണ്ടലി ത്രോ ചെയ്ത് ഇങ്ങനെ ത്രോ ചെയ്യുക. ഹൊറിസോണ്ടലി ത്രോ ചെയ്യുമ്പോൾ ആ ബോളിനുള്ള വെലോസിറ്റി എക്സ് ആക്സിസിലായിരിക്കും അതിന് വെലോസിറ്റി ഉണ്ടാവുക. ഹൊറിസോണ്ടലിയാ ത്രോ ചെയ്യുന്നത്. അപ്പൊ ഏത് ആക്സിസിൽ കൂടിയാണ് അത് പോകുന്നത്? എക്സ് ആക്സിസിൽ കൂടിയാണ് പോകുന്നത്. അതാണ് ഞാൻ UX എന്ന് കൊടുത്തത്. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ അതിന് വാല്യൂ വല്ലത് തന്നിട്ടുണ്ടായിരിക്കും. അത് 100 മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ അങ്ങനെ എടുത്തോ. വെറുതെ ഞാൻ പറഞ്ഞൊരു നമ്പറാണ്. അപ്പൊ എക്സ് ആക്സിസിൽ കൂടി നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ത്രോ ചെയ്യണം. എന്ന് വെച്ചാൽ ജാവലിൻ ത്രോ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, അത് ഒരു പർട്ടിക്കുലർ ആംഗിൾ മേക്ക് ചെയ്തിട്ടാണ് ത്രോ ചെയ്യുന്നത്. ഇവിടെ അതില്ല. ഒരു കെട്ടിടത്തിന്റെ മേലെ ചെന്ന് നിൽക്കാം. ചെന്ന് നിന്നിട്ട് ഇങ്ങനെ ത്രോ ചെയ്യണം. എങ്ങനെ ത്രോ ചെയ്യണം? ഇങ്ങനെ ത്രോ ചെയ്യണം. അല്ലാതെ ജാവലിൻ ത്രോ ചെയ്യുന്ന പോലെ ഇങ്ങനെയല്ല ത്രോ ചെയ്യുന്നത് ഗൈസ്. ഓക്കെ ആണെന്നാണ് എന്റെ വിശ്വാസം. ഗൈസ്, ആദ്യം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, എല്ലാവരും കൊണ്ട് എഴുതിയേ, ടൈം ടേക്കൺ ബൈ ദ ബോൾ ടു റീച്ച് ദ ഗ്രൗണ്ട് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ്. വെറുതെ കേട്ടോണ്ടിരുന്നാ പറ്റത്തില്ല. എല്ലാവരും അങ്ങോട്ട് എഴുതിയേ. എന്തുവാണ് ടൈം ടേക്കൺ ബൈ ദ ബോൾ ടു റീച്ച് ദ ഗ്രൗണ്ട് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ്? എഴുതിക്കോ. എന്തുവാണ് ടൈം ടേക്കൺ ബൈ ദ ബോൾ ടു റീച്ച് ദ ഗ്രൗണ്ട് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ്. ബോള് ഈ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗിൽ നിന്ന് ഗ്രൗണ്ടിലെത്താൻ എടുക്കുന്ന സമയം. ഗൈസ്, എല്ലാവരും കൂടെ നോക്കിയേ. ഈ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന് ഞാൻ ഈ ബോളിനെ ത്രോ ചെയ്യാണ്. എങ്ങനെ ത്രോ ചെയ്യുന്നത്? ഹൊറിസോണ്ടലി ത്രോ ചെയ്യാണ്. പക്ഷേ ആ ബോൾ ഒരു പാരബോളിക്കൽ പാത്തിൽ കൂടി ട്രാവൽ ചെയ്ത് ഗ്രൗണ്ടിൽ വന്ന് വീഴും. ഗ്രൗണ്ടിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പറ്റത്തുള്ളൂ. ഗ്രൗണ്ട് ഇച്ചിരി കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുകയാണ് ഗൈസ്. വൺസ് അഗൈൻ, എങ്ങനെയാണ് ദാണ്ടെ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന് ഞാൻ ബോളിനെ ത്രോ ചെയ്യുന്നു. ആ ബോള് ഒരു പാരബോളിക്കൽ പാത്തിൽ ട്രാവൽ ചെയ്ത് ഗ്രൗണ്ടിൽ വന്ന് വീഴാണ്. ആ ഗ്രൗണ്ടിൽ വന്ന് ബോൾ വീണു. ബോൾ വീണ ആ സ്ഥലത്തിനെ ഞാൻ B എന്ന് വിളിക്കുന്നു ഗൈസ്. ബോൾ ഗ്രൗണ്ടിൽ വന്ന് വീണില്ലേ, ആ സ്ഥലത്തിന് B എന്ന് വിളിക്കുകയാണ്. പക്ഷെ നമ്മൾ എഴുതി വെച്ച ഹെഡിങ് എല്ലാവരും മറന്നുപോയില്ല. എന്താണ് ടൈം ടേക്കൺ ബൈ ദ ബോൾ ടു റീച്ച് ദ ഗ്രൗണ്ട് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ്. ഇവിടെ നിന്ന് ബോൾ ഇവിടെ എത്താൻ എടുക്കുന്ന സമയം. അതിന്റെ ഫോർമുല എല്ലാവരും പഠിച്ചോ. T = √2H/G. ഇതാണ് ഫോർമുല. T = √2H/G. ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഉറപ്പായിട്ട് തന്നിട്ടുണ്ടായിരിക്കും. ആ ഹൈറ്റ് നേരെ ഇവിടെ വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ടൈം കിട്ടും. ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന് ബോൾ ഗ്രൗണ്ടിൽ എത്താൻ എടുക്കുന്ന ടൈം കിട്ടും. സെറ്റ് അല്ലേ ഗൈസ്? സെറ്റ് ആണ് ഗൈസ്. ഇനി എല്ലാവരും അടുത്ത പോയിന്റ് ആയിട്ട് എഴുതിക്കോളാം. ഈ ബിൽഡിങ്ങിന്റെ ഈ ഫൂട്ടിലായിട്ട്, ഈ ബിൽഡിങ്ങിന്റെ ഏറ്റവും താഴെയായിട്ട് ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് A. A മുതൽ B വരെ ഉള്ള ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. എന്തോന്ന് A മുതൽ B വരെ ട്രാവൽ ചെയ്യുന്ന ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് ദ distance through the horizontal axis. A മുതൽ B വരെ ട്രാവൽ ചെയ്യുന്ന ഈ ഡിസ്റ്റൻസിനെയാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് വിളിക്കുന്നത്. ബോൾ ഇവിടെ വന്ന് വീണിട്ടുണ്ടായിരിക്കും, പക്ഷെ കാര്യമില്ല. ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് AB. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതിക്കോ, ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് വെച്ചാൽ എന്തുവാണ്? ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ പ്രൊജക്ടൈൽ ഓർ ബോൾ. ഓക്കെ ആണല്ലോ? അപ്പൊ എല്ലാവരും എഴുതിയിട്ടുണ്ട്. അപ്പൊ A മുതൽ B വരെയുള്ള ഈ ഡിസ്റ്റൻസിനെ ഞാൻ കാണാൻ പോവാണ്. ഹൊറിസോണ്ടൽ റേഞ്ച് കാണാൻ ഹൊറിസോണ്ടൽ വെലോസിറ്റി യൂസ് ചെയ്തു. ഒരു കുഴപ്പമില്ല. വല്ലത് മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി. ഈ ഹൊറിസോണ്ടൽ വെലോസിറ്റി യൂസ് ചെയ്ത് ഹൊറിസോണ്ടൽ റേഞ്ച് കാണാം. ഈ ഒരു ഡാൻസ് സ്റ്റെപ്പ് പഠിച്ചാൽ മതി. ഹൊറിസോണ്ടൽ വെലോസിറ്റി യൂസ് ചെയ്ത് ഹൊറിസോണ്ടൽ റേഞ്ച് കാണാം. ഹൊറിസോണ്ടൽ റേഞ്ച് കാണാൻ ഹൊറിസോണ്ടൽ വെലോസിറ്റി യൂസ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. അപ്പം ഹൊറിസോണ്ടൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ റേഞ്ച് ബൈ ടൈം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതാണ് സാധനം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം.
എന്തോന്നാണ് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഈക്വൽ ടു ഹൊറിസോണ്ടൽ റേഞ്ച് ബൈ ടൈം. എന്തോന്നാണത് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ളതാണ് സാധനം. ഓക്കെ അല്ലേ? ഈ ടൈമിനെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയേ, ഒന്ന് ഇങ്ങോട്ട് ടൈമിനെ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്തേ, എങ്കിൽ ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻടു ടൈം. ഇതിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇവിടെ 100 എന്ന് വെറുതെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ചിലപ്പോൾ പ്ലെയിന് പോകുന്ന സ്പീഡ് എന്നായിരിക്കും തന്നിട്ടുണ്ടാവുക, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ബോൾ എടുത്ത് ത്രോ ചെയ്യുന്ന സ്പീഡ് ഹൊറിസോണ്ടലി ത്രോയിങ് എന്ന് ക്വസ്റ്റ്യനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഗൈസ്. അപ്പൊ രണ്ടാമത്തെ ഇത് ഒന്നാമത് നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്തു, രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു ഹൊറിസോണ്ടൽ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്തു. അതിൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ടൈം തരാൻ ഒരു വഴിയുമില്ല ഗൈസ്, ടൈം തരാൻ ഒരു വഴിയുമില്ല. ടൈം കാണാനുള്ള ഫോർമുല ഒരിക്കൽ കൂടി നിങ്ങൾ ഒന്ന് ആലോചിച്ചേ, T is equal to root of h by g. അപ്പം ഈ രണ്ട് കോൺസെപ്റ്റ് നല്ല കിടിലമായിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും ഗൈസ്. ഓക്കെ, ഹലോ ഹലോ ഹലോ, അങ്ങനെ എണീറ്റ് പോകാൻ വരട്ടെ, ഒരു പ്രോബ്ലം ചെയ്തിട്ട് പോവാം. അങ്ങോട്ട് കേട്ടോണ്ടിരിക്കേ. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇപ്പൊ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ വരും, ഞാനിവിടെ വായിക്കാം. An aeroplane moving horizontally with the speed of 180 km/h. അപ്പൊ നമുക്കൊരു വരച്ചൊന്ന് പഠിക്കാം. ഇതാണ് ഗ്രൗണ്ട് എന്ന് വിചാരിച്ചോ. ഇതിന്റെ ടോപ്പിൽ കൂടി ഒരു എയറോപ്ലെയിൻ ഹൊറിസോണ്ടലി മൂവ് ചെയ്യാണ് വിത്ത് ദ സ്പീഡ് ഓഫ് എത്രയെന്നാ ഞാൻ പറഞ്ഞേ 180 km/h. അപ്പൊ മക്കളെ ഹൊറിസോണ്ടൽ സ്പീഡ് അവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് 180 km/h. ഒരു കുഞ്ഞു കാര്യം ചെയ്യാം, ആ ഹൊറിസോണ്ടൽ സ്പീഡിനെ, അതായത് 180 km/h നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാം. മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? 180 into 5/18. അപ്പൊ നമുക്ക് അവിടെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് അത് മാറും. എനിക്ക് കൊള്ളായിരിക്കും ഗൈസ്. ഈക്വൽ ടു ഒന്ന് കട്ട് ചെയ്താൽ 50 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇതാണ് UX. ആരും മറക്കരുതേ, ഇതാണ് UX, horizontal speed traveled by the plane. ഓക്കെ ആണല്ലോ ഗൈസ്, മറന്നു പോകരുത്. ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് വീണ്ടും ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. An aeroplane moving horizontally with the speed of 180 km/h dropping a foot packet while at the height of 490 meter above the ground. എന്ന് വെച്ചാൽ എന്തുവാ മക്കളെ? ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് ഏകദേശം ഇത്രയും ഹൈറ്റ്, എത്ര ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 490 മീറ്റർ ഹൈറ്റിൽ നിന്നപ്പോഴേക്കും ഒരു ഫുഡ് പാക്കറ്റിനെ ഡ്രോപ്പ് ചെയ്തു. ആ ഫുഡ് പാക്കറ്റ് ഉറപ്പായിട്ട് പാരബോളിക്കൽ പാത്തിൽ വന്ന് B എന്ന് പറയുന്ന സ്പോട്ടിൽ വീഴും. A എന്ന് പറയുന്ന സ്പോട്ടിന്റെ മുകളിൽ വെച്ചായിരിക്കും ഫുഡ് പാക്കറ്റിനെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അത് B എന്ന് പറയുന്ന സ്പോട്ടിൽ വന്ന് വീഴും. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറയാണ് ഫൈൻഡ് ദ ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് ഹൊറിസോണ്ടൽ റേഞ്ച്, ഇതാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. ഈ ഹൊറിസോണ്ടൽ റേഞ്ച് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ വെലോസിറ്റിയെ യൂസ് ചെയ്യാം. ഇതാണ് ഹൊറിസോണ്ടൽ വെലോസിറ്റി, ഇതാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ച് കാണാൻ ഹൊറിസോണ്ടൽ വെലോസിറ്റിയെ യൂസ് ചെയ്യാം. അതായത് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഈക്വൽ ടു ഹൊറിസോണ്ടൽ റേഞ്ച് ബൈ ടൈം. ഈ ടൈമിനെ അങ്ങോട്ട് കൊണ്ടുവയ്ക്കോ. ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻടു ടൈം. ഹൊറിസോണ്ടൽ വെലോസിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട് 50 ഇൻടു ടൈം. ടൈം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഗൈസ് ഓൾറെഡി ഞാൻ പഠിപ്പിച്ചായിരുന്നു. ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? √2h/g. എന്താണ് ഈ ഹൈറ്റ്? നോക്കിയേ, ഹൈറ്റ് ഈസ് 490. എടുത്ത് അവിടെ പ്ലേസ് ചെയ്ത് T ഈസ് ഈക്വൽ ടു √2 into 490/g. ഗൈസ്, ജിയുടെ വാല്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജിയുടെ വാല്യൂ അവിടെ പ്ലേസ് ചെയ്യണം. ജിയുടെ വാല്യൂ ഞാൻ 9.8 നമ്മുടെ കൊടുക്കുകയാണെങ്കിൽ ഗൈസ് 2 into 490 divided by 9.8 ഉറപ്പായിട്ടും T equal to √100 എന്ന് വരും. T equal to ഗൈസ് 10 seconds എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഈ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഗൈസ് 50 into 10 seconds is equal to 500 meter. അതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇറ്റ്സ് എ വെരി സിമ്പിൾ പ്രോബ്ലം. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ട് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഏത് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് എന്ത് ചെയ്യണം? നിങ്ങൾ ബി വിത്ത് മൈ ക്ലാസ് ഗൈസ്. ഓക്കെ.